അങ്ങനെ മൂന്നാം BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിർണായകമായ ഓരോ തീരുമാനങ്ങൾക്കും ഘടകകക്ഷികളുടെ അനുവാദം കൂടി ആവശ്യമായി വരും. ഉദാഹരണത്തിന് CAA പോലെയുള്ള മുസ്ലിം വിരുദ്ധമായ ഒരു നിയമം നടപ്പാക്കുവാൻ TDP പോലെയുള്ള പാർട്ടി സമ്മതിക്കുമോ? ആന്ധ്രയിലെ TDP ഒരിക്കലുമില്ല. ജനതാദൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മുസ്ലിം വിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. ആന്ധ്രയിലെ പ്രശ്നം എന്ന് പറയുന്നത് BJP MPമാർ ജയിച്ചത് TDPയുടെ സപ്പോർട്ടോട് കൂടിയാണ്, അല്ലാതെ TDP ജയിച്ചത് BJPയുടെ സപ്പോർട്ടോട് കൂടി അല്ല. എന്ന് പറഞ്ഞാൽ TDPയെ പിണക്കിയാൽ ആന്ധ്രയിലുള്ള BJP MPമാർ കൂടി TDPയിലേക്ക് പോകും. അവിടെ കൂറുമാറ്റവും കാലുമാറ്റവും ഒക്കെ സ്വാഭാവിക സംഭവങ്ങളാണ്. എപ്പോഴും ഭരണപക്ഷത്തിന്റെ കൂടെ നിൽക്കും ബാക്കി MPമാരും MLAമാരും എല്ലാം. അപ്പൊ അതുകൊണ്ട് സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ BJPക്ക് ഇത്തവണ കഴിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതെന്ത് തന്നെയാണെങ്കിലും കേരളത്തിന് ഇക്കുറി നിരാശ തന്നെ. വെറും 2 സഹമന്ത്രിമാർ. ഇലക്ഷന്റെ കാലത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. സുരേഷ് ഗോപി ഇപ്പം മന്ത്രിയാവുമെന്ന് പറഞ്ഞതാ, ക്യാബിനറ്റ് മന്ത്രി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും മന്ത്രിയാവുമെന്ന് പറഞ്ഞു. അവസാനം കിട്ടി 2 സഹമന്ത്രിമാർ. പതിവ് പോലെ തന്നെ കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയപരിപാടികളിൽ പങ്കെടുക്കാനോ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പോലുമോ ഈ സഹമന്ത്രിമാർക്ക് യാതൊരു അവകാശവുമില്ല. കുറഞ്ഞ പക്ഷം സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എങ്കിലും ആക്കാമായിരുന്നു. ഇത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത തൃശ്ശൂരെ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് BJPക്കാർ മാത്രമല്ല, നാനാജാതി മതസ്ഥര് 3 മുന്നണിയിലും പെട്ടവർ എല്ലാവരും വോട്ട് ചെയ്തു. ജനകീയ മുഖമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ വൻ ഭൂരിപക്ഷത്തെ ഒന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും കേരളം പോലെ നിർണായകമായ ഒരു സംസ്ഥാനത്ത് നിന്ന് BJP ടിക്കറ്റിൽ താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടമായി കഴിഞ്ഞു. എന്നെ ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന്. അതുവരെ നമ്പർ ക്യാബിനറ്റ് പദവി കിട്ടിയില്ല, സ്വതന്ത്ര ചുമതലയുടെ സഹമന്ത്രി സ്ഥാനം പോലും കിട്ടിയില്ല. അതിനോടുള്ള തന്റെ എതിർപ്പ് അദ്ദേഹം പ്രകടമാക്കുന്നതാണ്. എനിക്ക് സിനിമ ചെയ്യണം, അതുകൊണ്ട് എന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ഷൻ കാലത്ത് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. സംഭവം ഇത്രേ ഉള്ളൂ. കേരളത്തിന് ഇത് മതി എന്ന് അവരൊക്കെ അങ്ങ് തീരുമാനിച്ചു. ബാക്കി ഭാഗം കാത്തിരുന്ന് കാണാം.